എത്തിയോ? അങ്ങളെ ഞാൻ താമസിച്ചില്ലല്ലോ. കൃത്യം എന്നത്തെയും പോലെ എന്റെ ഭാര്യ ചായ കൊണ്ടുവരുന്നതിന്റെ തൊട്ടു മുമ്പേ നീ പത്രവും കൊണ്ടുവന്നു. ആ കണ്ടോടി, നിന്നെക്കാളും ഫാസ്റ്റ് ഇവനാ. നോക്കിക്കോ, എന്നെങ്കിലും ഒരു ദിവസം ഞാനും ജയിക്കും. ഓ അന്ന് കാക്ക മലന്ന് പറക്കും. ആ ചായ തണുക്കും മുന്നേ കുടിക്കാൻ നോക്ക്. വിഷ്ണുവിന് ചായ എടുക്കട്ടെ? വേണ്ട ആന്റി, ഇനി ഒത്തിരി അടുത്ത് പോവാനുണ്ട്. നിന്റെ +1 അഡ്മിഷൻ എന്തായി? ബോയ്സ് സ്കൂളിൽ കിട്ടി. നാളെ മുതൽ ക്ലാസ് തുടങ്ങും. 10ാം ക്ലാസ്സിൽ വാങ്ങിയതുപോലെ +2 നല്ല മാർക്ക് വാങ്ങണം കേട്ടടാ. ശരി അങ്ങളെ. ആ ഇത് പിടിച്ചേ. അമ്മക്കും സഹോദരിക്കും നീ മാത്രമേ ഉള്ളൂ, അതെന്നും ഓർമ്മ വേണം. ആ ഇതാ പത്രത്തിന്റെ കാശ്. അയ്യോ അങ്ങളെ, ബാക്കി തരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ബാക്കിയൊന്നും വേണ്ടടാ, അത് നിനക്കുള്ളതാ. ഒരുപാട് ചെലവൊക്കെ ഉള്ളതല്ലേ. ശരി അങ്ങളെ, എന്നാ ഞാൻ പോയിക്കോട്ടെ. പാവം കുട്ടി, ഈ ചെറുപ്രായത്തിൽ അവൻ സമ്പാദിച്ച് കുടുംബം നോക്കേണ്ട ഗതിയാ. ഇവന്റെ അച്ഛൻ നേരാവണ്ണം ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഇവൻ ഈ പാടുപെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവന്റെ അതേ പ്രായ നമ്മുടെ മകനും. അവൻ ഇതുവരെ എന്നൊക്കെയും ചെയ്ത. അവനെന്തിനെണീക്കണം? അവന്റെ അച്ഛൻ സമ്പാദിക്കുന്നുണ്ടല്ലോ, അവൻ കിടന്നുറങ്ങിക്കോട്ടെ. അച്ഛനെ കണ്ടല്ലേ മക്കൾ വളരൂ. തെറ്റണ്ടേ? എന്റെ ഗോപി, ഇന്ന് ഈ ചായ കുടിക്കാൻ പറ്റുമോ? തരാടേ. ഇതെന്തൊരടിയാണോ, ഒന്ന് നിർത്തണോ? അതെ, സാധാരണ ചായക്കടയിലെ പോലെ പാലിന്റെ കൂടെ കുറച്ച് പഞ്ചാരയും തേയിലപ്പൊടി ഇട്ട് ഒരു കറക്കി തരുന്നതല്ല ഗോപിയുടെ ചായ. ഗോപിയുടെ ചായ എന്ന് വെച്ചോ സ്പെഷ്യൽ ചായ ആയിരിക്കും, അറിയാം. എടാ, ഈ ലാലേട്ടൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഉയരം കൂടും തോറും ചായയുടെ രുചിയും കൂടും. എന്നാ നീ കടയുടെ മുകളിൽ കയറുന്ന അടിയടാ. അവന്റെ വലിയൊരു ഡയലോഗ്. കയറുന്നെങ്കിത്താ, ഇവിടെ ഞാൻ വേറെ കടയിൽ പോയി. അടങ്ങടേ, തരാടേ. എന്തോ നാക്കറ. മാമാ, ദാ പത്രം. എടാ വിഷ്ണു, നിനക്കുള്ള പാഴ്സൽ അതാ കടത്തുന്നതിൽ മലർന്ന് കിടപ്പുണ്ട്. വേണമെങ്കിൽ എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ വല്ല പട്ടിയും നക്കും. പിന്നെ ഗോപിയേട്ടനെ കുറ്റം പറയല്ലേ. ചെല്ല്, എടുത്തോണ്ട് പോ. അച്ഛാ എഴുന്നേക്ക്. എന്തിനാ തീരുവോ എന്തോ. ചായ ഇല്ലടേ, ഇവിടെ ഒരു കാഴ്ച കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇടയിലാണ് നിനക്ക് ചായ. നോക്ക്, ഇങ്ങനത്തെ കാഴ്ച നിനക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇപ്പൊ യാതൊരു സാധനം ഇവിടെ അടിക്കണത്. രാവിലെ തൊട്ട് നല്ല വല്ല കരിയാല വാങ്ങിച്ചടിച്ചാണ്. നീ തന്നെ വാങ്ങിച്ചോണ്ട് കൊടുക്കണത്. നമുക്ക് ആ പരിപാടിയില്ല. നല്ല വൃത്തിയായിട്ട് കൊടുത്തോട്. വിഷ്ണു, ആ വിനോദേട്ടാ, കുറച്ചേരം പൈസ തന്നിട്ടുണ്ട്. നിന്റെ ശമ്പളം. അച്ഛൻ ഇന്ന് നല്ല ഫിറ്റ് ആണല്ലോടാ. എന്ത് ചെയ്യാനാ വിനോദേട്ടാ, എത്ര പറഞ്ഞാലും കേക്കില്ല. ഞാൻ പോട്ടേട്ടാ, നാളെ കാണാം. വണ്ടി കൊണ്ടോ, സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ. കുഴപ്പമില്ലേട്ടാ, ഞാൻ കൊണ്ടുപോവാ. എന്നാ ഞാനും കൂടെ സഹായിക്കാം. അച്ഛാ വാ, എണീക്ക്. അയ്യോ, ഇതൊരു പരവേഷ്ടം തന്നെ. നല്ല വൃത്തിയായിട്ട് എടുത്തുകൊടു കേട്ടോ, വഴിയിലൊന്നും അഴിഞ്ഞു വിടല്. ബാക്കി പത്രം ഞാൻ ഇട്ടോളാം. നീ അച്ഛനെ കൊണ്ട് പോയിക്കോ, പട്ടാളത്തിന്റെ അവിടെ കേട്ടല്ലേ. ഓ ഇതൊരു കാഴ്ച അല്ലേ. കേറ്. എന്നാ ശരി ഏട്ടാ. നോക്കിപ്പോയേ. ഇതങ്ങ് എത്തി. ഇവൻ പണ്ട് ഇത്രയും കുടിയനല്ലായിരുന്നു. ഈ ചെറുക്കൻ ജനിച്ചതിന് ശേഷമാണ് ഇവൻ മുഴുക്കുടിയനായത്. എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമല്ലേ. ആവശ്യമില്ലാത്ത പറയലേട്ടാ. ആ പയ്യ എങ്ങനെയും ജീവിച്ചു വെക്കോട്ടെ. വായി തോന്നുന്നവരൊന്ന് വിളിച്ച് പറഞ്ഞോളൂ കുടുംബക്കാരെ. ഇടാ, അതിന് ഞാനെന്തോ പറഞ്ഞു? നിങ്ങളൊന്നും പണയണ്ട. എന്നെങ്കിലും എന്റെ കൈ അവിടെ ചായ കടുപ്പത്തില്ലല്ലേ? കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ. ഇപ്പഴൊന്നും ചമ്മിയതല്ലേ. വാ, തരാ ഞാൻ.
ഊഫ്. ഡി പെണ്ണേ, അകത്തിരുന്ന് പോയി കഴിക്കാൻ നോക്ക്. മുറ്റത്തിരുന്ന് കഴിച്ചാലേ അവൾക്ക് വയറെന്നറിയുള്ളൂ. എവിടെ ഇരുന്ന് കഴിച്ചാൽ ഈ ഉണക്കപ്പെട്ടിന് ആരും കണ്ണു വയ്ക്കാൻ പോകുന്നില്ല. എന്ന് നോക്കിയാലും ഒരു പുട്ട്. ഉഫ്, തൊണ്ടെന്ന് ഇറങ്ങുന്നോലും ഇല്ല. ഇറങ്ങുന്നില്ലെങ്കിലേ അകത്ത് പുട്ടുകുത്തി ഇരിപ്പുണ്ട്. പൊന്നുമോള് അതെടുത്ത് കുത്തി ഇറക്ക്. ദിവസം ഇതന്നെ തിന്നാൻ കിട്ടുന്നത് ഭാഗ്യം. മക്കൾക്ക് ഓരോ ദിവസവും ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ അച്ഛൻ സമ്പാദിച്ചു കൊണ്ട് തള്ളുമല്ലേ. നിന്റെ ഡിഗ്രി പഠിത്തം കഴിയാനാ ഞാൻ കാത്തിരിക്കുന്നത്. എന്തിനാ എന്നെ കെട്ടിച്ചിടാനാ? അയ്യടി, ഇപ്പം തന്നെ എന്നെ കെട്ടിച്ചു വിടാം. അതെ, ആദ്യം നീ ഒരു ജോലി വാങ്ങിക്ക്, എന്നിട്ടാവാം കല്യാണം. അല്ലെങ്കിൽ എനിക്ക് ഉടനെ കല്യാണമൊന്നും വേണ്ടമ്മേ. അമ്മ കിട്ടിയോരോ വല്ല കുടിയനാണെങ്കിൽ എൻ്റെ ജീവിതവും കട്ടപ്പോയോ. നീ ഇത് സമയം കളയാതെ കോളേജിൽ പോയി നോക്കിയേ. കല്യാണ സദ്യയൊക്കെ പിന്നെ. അമ്മേ, ദേ വേതാളം എത്തി. സൗമ്യ, നീ കളിക്കാതെ പോയി നിന്റെ ജോലി നോക്ക്. ഓ, എവിടുന്ന് കിട്ടിയടാ? ആ ജംഗ്ഷനിൽ കിടപ്പായിരുന്നു. അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൂടായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് ചുവന്നോണ്ട് വന്നത്? ഒന്നും മിണ്ടാതെ കയറി ചെല്ല്. വീടിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വന്നതല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. അമ്മേ, ദാ ശമ്പളം കിട്ടി. ഇത് മോൻ വെച്ചോ. നാളെ മുതൽ സ്കൂളിൽ പോകാനുള്ളതല്ലേ, എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാലോ. ആ, മാറങ്ങോട്ട്. എനിക്കെന്താ അമ്മ 500 രൂപ ശമ്പളം കിട്ടുമ്പോ തിരിച്ചു തരാം. ആഹാ, അതിന് നിനക്ക് എവിടുന്ന ജോലി? ഇപ്പൊ ഇല്ലെങ്കിലും പഠിത്തം കഴിയുമ്പോൾ ജോലി ശമ്പളം കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു തരാം. ആണോ? ആദ്യം നീ ജയിക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. ഇപ്പോടി കോളേജിൽ പോടി. അല്ലെങ്കിൽ എനിക്ക് കാശ് വേണ്ട, ഒരു ചുരിദാർ വാങ്ങിച്ചു തന്നാ മതി. ഈ പെണ്ണിനെ ഞാൻ ഇന്ന് വേണ്ട, നാളെ മതി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. എന്തിനാടാ ആ പഴയ ബാഗെന്നെ കൊണ്ടുപോകുന്നേ? പുതിയൊരെണ്ണം വാങ്ങ്, അതിനല്ലേ അമ്മ കാശ് തന്നേ. ആ കാശിന് കുറച്ച് നോട്ട്ബുക്ക് കൂടുതൽ വാങ്ങണം. മുമ്പത്തെ പോലെ 2 വിഷയം ഒരെണ്ണത്തിൽ എഴുതാൻ പറ്റൂല, ഒരുപാട് പഠിക്കാനുണ്ട്. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്, നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മോനെ, നീ ആ കാപ്പി എടുത്ത് കുടിക്കണേ. അമ്മ പോയിട്ട് വരാം. വേറെ കീറലൊന്നുമില്ലല്ലോ. ആ, കുഴപ്പമില്ല. എവിടെ കളിയാ നിന്റെ പെണ്ണ്? ഇപ്പം വരൂടെ, ഒന്നും മിണ്ടാതില്ലേ? എത്ര നേരമായി ഇവിടെ നോക്കിക്കുന്നു? ഡേ, മറ്റവൻ സാധനം കൊണ്ട് ഇപ്പോൾ വരും. അത് വാങ്ങിയില്ലെങ്കിലേ വൈകിട്ട് ഇളുത്ത് വലിക്കാൻ റബ്ബർ മാത്രമേ കാണുള്ളൂ. എനിക്കുള്ളത് എൻ്റെ ഉണ്ട്. എടാ മോനെ, നീ ആള് കൊള്ളാലോടെ. നിനക്ക് വലിക്കാനുള്ളത് നിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ തോന്നെടുത്തിട്ട് വലിക്കും. തൽക്കാലം നീ കുറച്ച് കരിയല്ലോ ഉണക്കി പിടിച്ചു. ആ, വന്നാ അവള് നിന്നെ നോക്കുന്ന പോലും ഇല്ലല്ലോ. നിന്റെ ഐ ലവ് യു പൊളിഞ്ഞാ?
ദേ ഇനി എന്റെ പിന്നാലെ വന്ന് നീ വിവരം അറിയും. സഹിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. അവന്റെ ഒരു നോട്ടം. എന്താ നമ്മളെ പ്രശ്നം? ഇവൻ ഭയങ്കര ശല്യം കേട്ടാ. കുറെ നാളായി പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. അവരൊക്കെ മര്യാദയ്ക്ക് പഠിച്ചോട്ടില്ല. ഓരോ സിനിമ കണ്ടിട്ട് ഇറങ്ങിക്കോളാം പ്രേമിക്കാൻ വേണ്ടി. എന്താ പ്രശ്നം? ഇറങ്ങ് എന്റെ പരിപാടി കൂടെ പറ്റൂല. എല്ലായിടത്തും നിർത്തിക്കോ. വെറുതെ പണി വെച്ച് പിടിക്കല്ലേ. ഇറങ്ങ് അടുത്ത മറ്റേ ഇറങ്ങിക്കുള്ളൂ രാവിലെ പ്രേമാവന്റെ. പണി കഴിയാറായോ ശോഭേ? ഓ കഴിയാറായി ചേച്ചി. ആ അതാ ഈ മാസത്തെ ശമ്പളം. പിന്നെ 500 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ടേ. സ്കൂൾ തുറക്കയില്ലേ, പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ. വലിയ ഉപകാരം ചേച്ചി. ആ പിന്നെ നാളെ രാവിലെ വന്നേക്കണം. കുറേ തുണികൾ കൂടി കഴുകാൻ കിടപ്പുണ്ട് കേട്ടോ. ഓ ശരി ചേച്ചി. പാത്രം എല്ലാം എടുത്ത് അകത്ത് വെച്ചേക്കേ. എനിക്ക് പോകാൻ സമയമായി. ശരി. ആ എന്താ ചേച്ചി? സ്കൂൾ ബാഗ് ഇല്ലേ? ആ ഉണ്ടല്ലോ. എത്ര രൂപയാകും? ഒരു 700-800 റേഞ്ചൊക്കെ ആകും. അയ്യോ കുറഞ്ഞതില്ലേ? ആ ഒരു 500 രൂപ റേഞ്ചൊക്കെ ഉണ്ട്. ഒന്ന് കാണിച്ചു തരുമോ? കാണിക്കാം. ഇതാ ചേച്ചി 500 രൂപയുടെ. നല്ല ബാഗാണ് ചേച്ചി. കുറച്ച് കുറയൂലേ? ഒരു 50 രൂപ കുറയ്ക്കാം ചേച്ചി. 450. എടുത്തോ. പാക്ക് ചെയ്യണോ ചേച്ചി? ഏയ് വേണ്ട. ഓ ഇതാ ചേച്ചി ബാലൻസ്. ഓക്കെ ശരി. പെങ്ങളെ വരുന്ന വഴിയാ? ഓ എന്താ ഏട്ടാ? ചന്ദ്രൻ 2 ദിവസം മുമ്പ് 200 രൂപ കടം വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അതിനെപ്പറ്റി വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. ഫോട്ടോ ഒക്കെ കുറവാണ്. കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അയ്യോ ഇനി വന്ന് ചോദിക്കുമ്പോ ദയവ് ചെയ്ത് കൊടുക്കല്ലേട്ടാ. ഇതാ ശരിയേട്ടാ. A central assumption in this model is that bonds are the only interest-bearing asset. If a person wants to save and obtain a rate of return on a financial asset, he or she is forced to buy a bond. The yield on the bond is thus the only interest rate available in the economy. ആ വന്നാ? എന്താ അമ്മ താമസിച്ചത്? ഇന്ന് പുതിയൊരു വീട്ടിലും കൂടി പോവേണ്ടി വന്നു. As noted earlier in the chapter, the link മോനെ between the financial എന്താ ബാഗ്? ബാഗോ? എന്തിനാ അമ്മ വാങ്ങിച്ചത്? അല്ലാതെ നീ വാങ്ങില്ലല്ലോ. പുതിയ ക്ലാസ്സിൽ പോകുമ്പോൾ എന്തേലും ഒന്ന് പുതിയത് വേണ്ടേ? വേണ്ടായിരുന്നു, വെറുതെ പൈസ കളയാൻ. നിനക്ക് വേണമെങ്കിൽ എനിക്ക് താടാ. നിനക്ക് ആവശ്യത്തിന് ഒരെണ്ണം ഉണ്ടല്ലോ. മിണ്ടാതിരുന്ന് പഠിക്കടി. ഓ ആ
നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. അമ്മ പോയി കഴിക്ക്. എന്നാൽ നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ. ഡാ അതിന്നൊരു ബുക്ക് എനിക്ക് തരുമോ? താങ്ക് യു. ഇനി ഇരുന്നാൽ ശരിയാവൂല. ദൈവമേ, എല്ലാവരും കാത്തോണേ. യൂണിഫോം മാറ്റി വെച്ചേക്കാം. വല്ല പല്ലിയ പാറ്റിയ ഷിറ്റടിച്ചാ തീന്ന് ഗ്യാസ്. ഇവിടെ ഇരി. ദൈവമേ കാത്തോളണേ. സൗമ്യേ, ഈ ചമ്മന്തി പൊതി ഒരു ഇല കൊണ്ടുവന്നേ. അമ്മ പോയി എടുക്ക, എനിക്കിവിടെ എഴുതാനുണ്ട്. പിന്നെ ഇനി വാഴയില കയറാൻ പോവല്ലേ. ഞാനും ഇവിടെ നിന്ന് പഠിക്കാൻ തന്നെ പോകുന്നത്. ഇത്ര ഒരുക്കൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. ചുമ്മാതല്ല പെൺകുട്ടികൾ ഫെമിനിസ്റ്റ് ആവുന്നത്. ഡീ അവനെ നിന്നെ പോലെയല്ല. ആ കൊച്ചി രാവിലെ എഴുന്നേറ്റ് പത്രം വീട്ടി പൈസ ഉണ്ടാക്കിയ ഓരോന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നേ. അവള് വലിയ ന്യായം പറയാൻ നിൽക്കുന്നു.
രാത്രി ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിനക്ക് ആ നോട്ടൊക്കെ എഴുതി കൂടായിരുന്നോ? അപ്പം എഴുതാൻ എനിക്കൊരു മൂഡ് തോന്നിയില്ല. നിന്റെ മൂടി ഞാൻ ശരിയാക്കി തരാം. പോയി ഇല എടുത്തോട്ട് പാടി. ഒരു കാര്യം പറഞ്ഞാൽ എന്തൊക്കെ ഒരു അനുസരണമാണ്. ഈ അമ്മയുടെ ഒരു കാര്യം. എൻ്റെ അമ്മയുടെ ജീവിക്ക് എൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയത്? എൻ്റെ അമ്മ നമ്മളെ പോയി. എൻ്റെ അമ്മ പോയി. ദായല്ല ഇതിലും ചേർത്ത് കിട്ടിയില്ലേ നിനക്ക്? എൻ്റെ പൊന്നു മോളെ, നിന്റെ കാര്യം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ചമ്മന്തിന് അതിലേ പൊടിയോളൂ. വയസ്സത്രേ ബോധം എന്ന് പറയുന്നൊരു സാധനം. വിഷ്ണു, പെട്ടെന്ന് റെഡിയാവ്. ആ റെഡിയാവണ്. ചോറ് ബാഗിൽ വെക്കുവാണേ. ഓ ചോ ചോ. സുന്ദരക്കുട്ടനായാലോ. പക്ഷെ ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി കാണിക്കാൻ അവിടെ പെമ്പിള്ളേരാരും ഇല്ലല്ലോടാ. കുഴപ്പമില്ല, അവനവിടെ പഠിക്കാനാ പോകുന്നത്, അല്ലാതെ നിന്നെപ്പോലെ വായി നോക്കാനല്ല. അമ്മേ, മോൻ പോയിട്ട് വാ. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. അച്ഛാ പോയിട്ട് വരാം. ഞാൻ 2 വർഷം ഇപ്പൊ ആരോട് ചോദിക്കും? സെറ്റായിരുന്നു. ആണാ? അതെ, നല്ല സ്ഥലം. ഇനി അടുത്ത വെക്കേഷൻ. നല്ല കാര്യം. നീയൊക്കെ എവിടെയായിരുന്നു ഈ വെക്കേഷൻ? അതെ, ഈ +1 കൊമേഴ്സ് എവിടെയാ? അയ്യോ, എന്റെ പോക്കറ്റിലുണ്ടായിരുന്നടാ. എടാ, നീ എടുത്തുവായിരുന്നോടാ? ചുമ്മാ ഇരിയടാ. നീ നേരത്തെ സ്കൂളിൽ പഠിച്ചാ? നെയ്യാറ്റിൻകര സ്കൂളിൽ. പിന്നെ എന്തിനിങ്ങോട്ട് കെട്ടിയെടുത്ത? അവിടെ +2 ഒന്നും ഇല്ലേ? വിചാരിച്ച ഗ്രൂപ്പ് കിട്ടിയില്ല, അതാ എന്നായി. ഇവിടെ ഒന്ന് പഠിച്ച് മാറിക്കാൻ നീ വേഗണ്ട, എല്ലാത്തിനും തോറ്റാ നിനക്കൊള്ളാം. ഡേയ്, മര്യാദയ്ക്ക് തോറ്റ് തൊപ്പിയിട്ടോണം. ഇവനെ കണ്ടിട്ട് ഒരു നല്ലവനായ ഉണ്ണിയുടെ ലുക്കില്ലടാ. ഉള്ള വേസ്റ്റ് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ തന്നെ. നീ എന്തിനാ അമ്മയുടെ വയലിൽ പോയി ചാടിയത്? ക്ലാസ് എവിടെ ചോദിക്കാൻ പോയതാ. ബെസ്റ്റ്. ഇവിടെ തല്ലിപ്പൊളി യാങ്ങാത്. നീ ഇവിടെ പുതിയാണല്ലേ? ആ, ഞാൻ 10ാം ക്ലാസ് വരെ വേറെ സ്കൂളിലായിരുന്നു. അതെനിക്ക് തോന്നി. ഞാൻ ഇവിടെ തന്നെ പഠിച്ചത്. നീ ഏത് ഗ്രൂപ്പ്? കൊമേഴ്സ്. ആ, ബെസ്റ്റ്. അപ്പൊ മൊത്തത്തിൽ നിന്റെ കാര്യം തേഞ്ഞല്ലോടാ. അലമ്പന്മാര് ഫുള്ള് നിന്റെ ക്ലാസ്സിലാ. എനിക്കും കൊമേഴ്സ് പഠിക്കാനായിരുന്നു താല്പര്യം. പക്ഷെ അമ്മയുടെ കൂടെ സമാധാനമായിട്ട് പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉറങ്ങി ചത്താലും കുഴപ്പമില്ലെന്ന് വെച്ച് ഞാൻ ഹ്യൂമാനിറ്റീസ് അങ്ങ് എടുത്ത്. കുറഞ്ഞതൊരു ജയിച്ച സർട്ടിഫിക്കറ്റെങ്കിലും കിട്ടുമല്ലോ. ഇനി നീ വെറുതെ ടെൻഷൻ ആവണ്ട. സംഭവാമി യുഗേ യുഗേ. ഇപ്പൊ യുഗോ. ദേ, അതാണ് നിന്റെ രാജ്യം. നീ പോ, നമുക്ക് ഇന്റർവെല്ലിന് കാണാം. ആടേ, നീ വന്നിടുന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൽ കയറി ഇരുന്നല്ലേ? നീ എണീച്ച് പോ. എണീച്ച് മാറാ. സോറി. ഒന്ന് പോടാ കൂടെ. സോറി. പിന്നെ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്. ടീച്ചർ വന്ന് ലീഡർ ആരാകുമെന്ന് ചോദിക്കും. എല്ലാം വാടച്ചും ഉണ്ടായിരുന്നോളണം. അതെന്താ അറിയണോളാ? വേണ്ട ഫസ്റ്റ് ഡേ തന്നെ അലമ്പുണ്ടാക്കല്ലേ. നീ പോ. ഡേ, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയണേ.
ഇതാണ് നമ്മുടെ മനോജ്. മനോജ് അളിയനായിരിക്കും ഇവിടുത്തെ ആയുഷ്കാല ലീഡർ. വേറെ ഒരുത്തിനൊന്നും പണയണ്ട. സൈലൻസ് സൈലൻസ് സൈലൻസ്. സൈലൻസർ ഇല്ല ടീച്ചർ. ഊള കോമഡി അടിക്കാതെ മിണ്ടായിരുന്നു പഠിച്ചിട്ട് പോവാൻ നോക്കണം. അയ്യേ അളിയൻ ചമ്മി. ചുമ്മാ ഇറാ. സൈലൻസ്. ഈ സ്കൂളിലേക്ക് പുതുതായി വന്നവരാരൊക്കെയാ? കൈ പൊക്കിക്കേ. ആ, നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട് ബെഞ്ചിലേക്ക് ഇരുന്നോ. ഇയാൾ അവിടെ തന്നെ ഇരുന്നോ. നിങ്ങളുടെ പേര് പറയൂ. ടീച്ചർ നമ്മളെ പേരൊന്നും അറിയണ്ടേ? തൽക്കാലം വേണ്ട. പേരെന്താ? വിഷ്ണു. ശ്രീജിത്ത്. മനു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണേ. ടീച്ചർ ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ? നിന്റെ അച്ഛനും അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാ ഇംഗ്ലീഷും. ഇംഗ്ലീഷിലേ പഠിക്കാൻ പറ്റൂ. ഇനി അവിടെ ഇരുന്ന് വാ തുറന്ന നീ പഠിക്കുന്നത് ഗേറ്റിന്റെ പുറത്ത് നിന്നായിരിക്കും. പോവാൻ പറടേ. ടേക്ക് യു ടെക്സ്റ്റ് ബുക്ക്. ഓപ്പൺ പേജ് നമ്പർ 5. അടി അടി അടി. പാസ് പാസ് പാസ്. ആ വിഷ്ണു, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? സിവി പറഞ്ഞ പോലെ തന്നെയാ. അവന്മാരെ അവിടെ ഉള്ളപ്പോൾ മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തൊരു ശല്യാ. ടീച്ചറിനെ പോലും ബഹുമാനിക്കുന്നില്ല. ആ കൂട്ടത്തിലെ മനോജില്ലേ, അവന്റെ ബലത്തിലാണ് ബാക്കിയുള്ളവന്മാരുടെ കളി. അവന് വലിയ വലിയ ഗുണ്ടകളായിട്ടൊക്കെയാണ് കമ്പനി. അതുകൊണ്ട് അവന്റെ അടുത്ത് ആരും അങ്ങനെ ചൊറിയാൻ നിൽക്കൂല. ഇങ്ങനെയാണെങ്കിൽ ഞാനും ഗ്രൂപ്പ് മാറേണ്ടി വരും. നീ എടുത്തയാട് തീരുമാനം തീർക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിയിരുന്നാ മതി. അമ്മമാരോടെ ചൊറിയായിരുന്നാ മതി. പിന്നെ എന്താ ഈ യൂറിനൽ എവിടെയാ? ഞാൻ പറഞ്ഞു തരണോ? ഇതാ അങ്ങോട്ട് പോ, നമുക്ക് പിന്നെ കാണാം. ആ ശരി. ഇനിയെങ്കിലും പോളെ ആളെ തോന്നറേ. അല്ലളിയ, ഈ സ്റ്റോക്കിൽ നമ്മുടെ അടുത്ത് വലിച്ചത് അവന്മാരറിഞ്ഞാൽ കലിപ്പാവൂലേ? ഈ ഐറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന്മാർ ഇതിന്റെ അളവ് നോക്കാറില്ല. അവന്മാർക്ക് ഇതെങ്ങനെങ്കിലും ഒന്ന് വലിച്ചാ മതി. ആ, എന്നാ കുഴപ്പമില്ല. അവന് പിടുത്താൻ തോന്നുന്നു കേട്ടോ. അവിടെ ഇരിക്കട്ടെ, ശാവാം. ഇവനെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് പോവാനോ? നീ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോ. കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് നീ എന്തിനടാ കൊടുത്തത്? നമ്മളെ ക്ലാസ്സിലെ പുതിയ പയ്യൻറാ വന്ന് എത്തിയ വിട്ടുപോയി. അവനൊക്കെ പോവാൻ പറ, വേസ്റ്റുകള്. ഇന്നിനിപ്പോ ക്ലാസ്സിൽ കയറണ്ടേ? ഞാൻ അല്ലെങ്കിലും കയറല്ല. ഇപ്പൊ ഒന്നുമില്ലടാ. ഞാൻ വിളിക്കാം. ആന്റി, മോളെ വരുന്ന വഴിയാ? അയ്യോ മോളെ, നിന്റെ അച്ഛനല്ലേ കിടക്കുന്നത്? അവിടെ കിടക്കട്ടെ ആന്റി, എത്ര പറഞ്ഞാലും നന്നാവൂല. ഡാ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? പുതിയ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറ. പറയാനായിട്ടൊന്നുമില്ല. അതെന്താടാ പറയാനൊന്നുമില്ലാത്തെ? ഓ, അത് ബോയ്സ് സ്കൂളാണല്ലോ. പെൺകുട്ടികളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഡാ ഡാ വിഷ്ണു, ചോറ് കഴിച്ചിട്ട് പോ. ഇവനിതെന്തു പറ്റി?
നിന്റെ വളിച്ച തമാശ കേട്ട് അവൻ എഴുന്നേറ്റ് പോയേ. മറ്റേതിക്ക് അവൻ്റെ ചോറും കൂടി വാരി കഴിക്ക്. ഇത് മൊത്തം കഴിച്ചിട്ടേ എൻ്റെ പൊന്നുമോൾ എഴുന്നേറ്റാൽ മതി കേട്ടോ. വലിയ തമാശക്കാരി. എല്ലാം കൂടെ എന്റെ കയ്യിൽ തരല്ലടേ. ഇട്ട് വരുമ്പോ 8 മണിയാവും. വേറെ ആരും ഇടണില്ലേ? ഈ കെട്ട് കണ്ട, ഇതെല്ലാം ഒറ്റയ്ക്കാണ് ഇടുന്നത്. നിന്റെ കയ്യിലാണ് പറയണത്. കേട്ട് ആഹാ, ഇവിടെ കിടന്ന് ഉറങ്ങണം. വിഷ്ണു ഡാ, നീ ഇന്ന് നേരത്തെ വന്നോ? ഇല്ല, കുറച്ചു നേരമായതേ ഉള്ളൂ. പിന്നെ ആ ചായക്കടയിലെ പൈസ ചോദിച്ചു വാങ്ങിക്കണേ. അയാൾക്ക് പേപ്പർ കറക്റ്റ് സമയത്ത് കിട്ടുകയും വേണം. പൈസ ചോദിക്കുമ്പോൾ ഒരുമാതിരി സംസാരം. ഡാ, പറഞ്ഞ ഏട്ടാ, നിനക്കെന്ത് സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. എന്നാ പെട്ടെന്ന് പോവാൻ നോക്ക്, സ്കൂളിൽ പോകാനുള്ളതല്ലേ.
വന്നടാ. നീ വാ. ഡാ ഇന്നലെ എന്തിനാടാ അവിടെ നിർത്തി നോക്കിയത്? ഡേ അവിടെ കണ്ട കാര്യം ആരോടെങ്കിലും പറഞ്ഞോ? പിന്നെ മോനെ ടീച്ചർ 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 ഇതെന്തുവാടാ സന്ധ്യയോ? ഡാളെ അവള് പോയി പറയടാ. സൗമ്യ നിൽക്കൂ, ഞാൻ പറയണത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് പറയാനാ ഞാൻ നിന്റെ പുറകെ കുറെ നാളായിട്ട് കിടക്കുന്നത്. തോന്നിയത് പറയുന്നത് എനിക്ക് പോകാൻ നോക്ക്. ഞാൻ വിളിച്ചു ആളെ കൂട്ടുവേ. ഈ കാര്യം പറഞ്ഞ് ഇനി എന്റെ പുറകെ കണ്ടുവരുത്. എനിക്ക് എന്താ ഒരു കുറവ്? കയ്യിൽ പൈസ ഉണ്ട്, നിന്നെ ഞാൻ പൊന്നു വരെ നോക്കിയോളാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം നീ ഏത് തരക്കാരാണെന്ന്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക് പ്ലീസ്. സൗമ്യ പ്ലീസ്, സൗമ്യ പ്ലീസ് പറഞ്ഞു. പട്ടി ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്നാ ഞാൻ പോലീസിനെ അറിയിക്കും. നില്ല് ബ്രോ. ഡേയ് അവക്ക് ഞാൻ മെസ്സേജ് അയക്കട്ടാ. അവക്ക് നീ എന്ത് മെസ്സേജ് ചെയ്യണ? മിണ്ടായിരടേ. ആരടാ? ഡാ ഇവിടെ വാ. ഇങ്ങോട്ട് വാടാ. ഡാ ഈ നോട്ട് ബുക്ക് നീ ആ ചേട്ടൻ്റെ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ആ ചേട്ടൻ തന്നെ നോട്ട് ബുക്ക് നീ എൻ്റെ കൊണ്ട് തരണം. ഇതിലെന്താ? ചോദ്യം ചോദിക്കാതെ പറഞ്ഞ അങ്ങ് ചെയ്യടാ. ഡാടാ അവ അറിയട്ടാ ഇതിലെന്താണെന്ന്. ഡാ ഇതിൽ കുറച്ച് മരുന്ന്. ഇല്ല എനിക്ക് പറ്റില്ല. മര്യാദയ്ക്ക് കൊണ്ട് കൊടുക്കാൻ നോക്കടാ, അല്ലെങ്കിൽ ഇതിലുള്ള നിന്റെ പേരിലാക്കും. പോലീസ് വന്ന് നിന്നെ പൊക്കും. വേണോ? എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? നമ്മൾ അവിടെ നിന്ന് വലിച്ച നീ വന്ന് ഒളിഞ്ഞു നോക്കിയതല്ലേ? അതാരോടും പറയാതിരിക്കാൻ നീ ഇത് ചെയ്തേ പറ്റൂ. കൊണ്ട് കൊടറാ, ചെല്ലടാ. അളിയന്റെ ബുദ്ധി എന്തായാലും കൊള്ളാടാ. ഇനിയാവ അതിനെപ്പറ്റി ആരേലും പറയില്ല. ഗുഡ് ബോയ്. ആ കണ്ടാ, ഇത് നിന്റെ ടിപ്പ്. പോയി സിപ്പപ്പ് വെച്ച് കൂടി. അത് കൊള്ളാളി, അത് സിപ്പ കൂടിയിടാ. ചെല്ലു പോ പോ. വാടാ. ഡേ ഇനി എന്ത് പരിപാടി? 2.5 അടിക്കണ്ടേ? പോവാ. അച്ഛനെന്താ വീട്ടിൽ തന്നെ കിടന്നളഞ്ഞത്? കടത്തന്നെ വേറെ ആരെങ്കിലും കൈയടയ്ക്കോ? അതിന് വെറുതെ കടത്തണ പോയി കിടന്നിട്ട് എന്ത് കാര്യം? നിന്റെ അച്ഛന് മറ്റേ വെള്ളം കിട്ടിയാലേ പറ്റൂ. എന്റെ ജീവിതം അമ്മേ നമ്മുടേത്. വഴിയിലൂടെ പോകുന്ന ഏവനും നമ്മൾ എന്തും പറയാം. സത്യം പറഞ്ഞ മടുത്തു. ഈ അച്ഛൻ നല്ലതല്ലേ നമുക്ക് ഈ ഗതി വരുമായിരുന്നോ? എല്ലാം വിധിയാ മോളെ. ഈ വിധിയെ നിങ്ങൾ മാറ്റണം. നല്ലതുപോലെ പഠിച്ച് നല്ല ഉദ്യോഗം വാങ്ങിച്ച് നമ്മളെ കുറ്റം പറയുന്നവരുടെ മുന്നിൽ അന്തസ്സായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ അച്ഛനല്ലേ കൂടെയായിട്ടുള്ളൂ, അമ്മ നിങ്ങളുടെ കൂടെ ഇല്ലേ? എല്ലാം ശരിയാവും. കഴിക്കടാ, കഴിക്ക്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. ആഹാരം കഴിക്കാം.
ഓഫ്. അച്ഛ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല. ബോധത്തോടെ ഉറങ്ങിയിട്ട് കുറേ നാളായില്ലേ, അതാവും. അച്ഛനോട് സംസാരിച്ചിട്ടും കുറേ നാളായി. അച്ഛനെ നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലല്ലേ? ഇഷ്ടാവില്ല. കുടിച്ചു ബോധമില്ലാതെ കുടുംബവും നോക്കാതെ റോഡിൽ കിടക്കുന്നതിന് ആരിഷ്ടപ്പെടും? മനഃപൂർവ്വമല്ല. ഈ മദ്യത്തിന് നമ്മൾ ഇഷ്ടപ്പെട്ട പിന്നെ വേണ്ടാന്ന് തോന്നിയാലും അത് നമ്മളെ കൊണ്ടേ പോവും. അച്ഛന് പഠിപ്പം വിവരമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത് കുടിച്ചാലുണ്ടാവുന്ന ദോഷങ്ങളൊന്നും അച്ഛനറിയത്തില്ല. പക്ഷേ മക്കൾക്ക് അറിവും വിവരമെല്ലാം ഉണ്ട്. അതുകൊണ്ട് മക്കൾ പഠിച്ച് വലിയ ആളാവണം. എന്നിട്ട് അമ്മയെ നന്നായിട്ട് നോക്കണം. അവൾക്ക് സന്തോഷിക്കാൻ ഞാൻ ആകെ കൊടുത്തത് നിങ്ങളെ രണ്ടുപേരും മാത്രം. അല്ലാതെ ആ പാവം ജീവിതത്തിൽ ഒരു സന്തോഷം അറിഞ്ഞിട്ടില്ല. എന്നാലും അളിയ അവള് നിന്നെ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അവള് നിന്നെ പട്ടിയെ പോലെയാ കാണുന്നത്. അത് സെറ്റാവൂല മച്ചാനെ, വിട്ടേക്ക്. അങ്ങനെ വെറുതെ ഇവിടെ എനിക്ക് ഉദ്ദേശം ഇല്ലടാ. അവളെ എനിക്ക് വേണം. ഇന്നിപ്പോ ഞാൻ അവളെ പൊക്കും. കാണണോ കാണണോ കാണണോ? നിനക്ക് ചുമ്മാ പ്രാന്ത് കാണിക്കാതെ അവിടെ വിടറ. എനിക്ക് അവളെ ഇപ്പൊ വേണം. ഞാനിപ്പം പോളെ കാണാൻ. രാത്രിയൊക്കെ പോയ സീനാവും. നീ അവിടെ ഇരുന്നേ, എന്തായാലും രാവിലെ നോക്കാം. ഇരി, ഞാനല്ലേ പറയുന്ന, ഇരിക്ക്. നീ ഇത് ഇരുത്തിയൊന്ന് വലിച്ച് ആ ബുദ്ധി ഒന്ന് ഉറക്കട്ടെ. അമ്മേ ദേവി, ആടേ നില്ലടേ, നീ പത്രക്കാരനാ?
അപ്പൊ പൈസ സമ്പാദിക്കാനല്ലേ? ആ ഇതെന്തോന്ന്? ആ ഇത് ഞാൻ വായിച്ചിട്ട് തരാം. ആൾക്ക് കൊടുക്കാനുള്ളതാണ്. ഞാനും ആളെ എന്നടേ വായിച്ചിട്ട് തരാം. ചുമ്മാ കളിക്കാതെ തന്നെ മേത്തോട്ട് കളിക്കണം. നിനക്ക് വാങ്ങിക്കാൻ പറ്റിയ വാങ്ങിച്ചോ. പോടാ. കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ദയവേത് ഉപദ്രവിക്കരുത്.
ഇങ്ങോട്ട് വാ, മതി ചന്ത നോക്കിയത്. ഈ അമ്മ ഇന്നെന്താടെ താമസിച്ചേ? ഇന്ന് വിനോദേട്ടന്റെ റൂട്ടിൽ ഞാനാ പോയേ. പെട്ടെന്ന് റെഡിയായി സ്കൂളിൽ പോകാൻ നോക്കി. ആ അതെ, ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിക്കണേ. എൻ്റെ അമ്മേ, അമ്മ അച്ഛനോട് ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം. ഇതൊക്കെ എപ്പോൾ പഠിച്ചു? ഒന്നും മിണ്ടാടി നടക്കടി. ഓ വേ, ഞാനൊന്നും പറയുന്നില്ല. അടി അവിടെ വരുന്നുണ്ടേ. എന്തിനാണ് എന്നെ ഭ്രാന്തി പിടിപ്പിക്കുന്നത്? നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ലടി ഇതെല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നത്. എന്നെ ഒന്ന് മനസ്സിലാക്ക്. കൊച്ചെ, നീ അവനെ കെട്ടിക്കോ, അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. വെറുതെ വാശി പിടിച്ച് എന്തിനാണ് ഉള്ള സന്തോഷം കളയുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എന്നെ അഴിച്ചുവിടണം. നീ എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ, അല്ലാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല. ഞാൻ ചത്താലും നിന്നെ ഇഷ്ടപ്പെടില്ലടാ. ഞാൻ എന്നാലും ഒരു പെണ്ണും നിന്നെ ഇഷ്ടപ്പെടില്ല. എല്ലാരും ടെക്സ്റ്റ് എടുത്തേ. എല്ലാരും 14-ാമത്തെ പേജിലെ ഗ്രാമർ ഒന്ന് എടുത്തേ. മനോജേ, നിനക്കെന്താ ഇത്ര സംസാരം? ടീച്ചർ, ആ, സൈലൻസ്. വിഷ്ണുവിനൊന്ന് കൊണ്ടുപോകണം. വിഷ്ണു, ബാഗും കൂടെ എടുത്തോ. മോ കൂടി ഒന്ന് ചെല്ല്. അമ്മേ
പൂവ് ഞെട്ടറ്റു വീണു ഒരു മൺകൂടിലിൻ വിളക്കണഞ്ഞു നറുനില പുഞ്ചിരി ചേലുമായി ഇനി വരില്ലൊരു അമോഹം ഒരു കുഞ്ഞു പൂവ് ഞെട്ടറ്റു വീണു ഒരു മൺകൂടിലിൻ വിളക്കണഞ്ഞു അവളുടെ പാദം പതിഞ്ഞ നാളിൽ അവളുടെ നാദം ഉണർന്ന നാളിൽ അറിയാതെ ഭൂമി തളിർത്തുപോയി അവളാകെ കോരിത്തരിച്ചു പോയി കനവിൽ കരിന്തിരി കത്തി നിൽക്കേ കരളിലെ കുരുവി പറന്നുപോയി കണ്ണെത്ത ദൂരത്ത് നിന്നുകൊണ്ടേ പൊൻതാരമായവൾ പുഞ്ചിരിപ്പൂ പൊൻതാരമായവൾ പുഞ്ചിരിപ്പൂ നിറകണ്ണുകളോടെ സ്വന്തം ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് സൗമ്യ അലറിക്കരഞ്ഞു. പക്ഷേ ലഹരി നിറഞ്ഞ ബുദ്ധി ആ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. മനസ്സിനും ശരീരത്തിനും ഉണ്ടായ ആഴമേറിയ മുറിവ് അവളെ ഈ ലോകത്ത് നിന്നും കൂട്ടിക്കൊണ്ടുപോയി. സ്വപ്നങ്ങൾ ബാക്കി വച്ച് അമ്മയെയും അച്ഛനെയും കുഞ്ഞനുജനെയും വിട്ട് അവൾ ഈ ലോകത്ത് നിന്നും യാത്രയായി. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ചേച്ചിയെ ഒരിക്കൽ കൂടി അച്ഛനും അമ്മയും ഏറ്റുവാങ്ങി. എല്ലാത്തിനും മൂകസാക്ഷിയായി ഞാനും. ലഹരിക്കടിമയായ സഹോദരങ്ങൾ തകർത്തെറിഞ്ഞ സൗമ്യ എന്ന കുഞ്ഞു പെങ്ങളുടെ കഥയാണ് നമ്മളിവിടെ കേട്ടത്. ഇതൊരു കെട്ടുകഥയല്ല. നമുക്കിടയിൽ ജീവിച്ചിരുന്ന, നാളെയെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട നമ്മുടെ സ്വന്തം സഹോദരിയുടെ ജീവിതമാണ്. സ്വന്തം ചേച്ചിയുടെ ഓർമ്മകൾ ഒരു കഥയായി എഴുതിയപ്പോൾ ഈ അനുജൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്നത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മയക്കുമരുന്നും മദ്യവും നമ്മുടെ തലമുറയെ എത്രമാത്രം കാർന്നു തിന്നുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. സാക്ഷരതയിൽ നാം മുന്നിൽ നിൽക്കുമ്പോഴും തിരിച്ചറിവിലും വിവേകത്തിലും നാം എത്രമാത്രം പിന്നിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തെളിവുകളാണിവയെല്ലാം. നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അകറ്റി നിർത്തൂ ഈ ലഹരിയെ. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ സമൂഹത്തിനായി എനിക്ക് നൽകാൻ കഴിയുന്ന മികച്ച ഒരു സന്ദേശമാണ്
എൻ്റെ കൊച്ചനുജൻ വിഷ്ണു എഴുതിയ സാക്ഷി എന്ന ഈ ജീവചരിത്രം ഇനിയുള്ള നാളുകളിൽ സൗമ്യയെ പോലുള്ള രക്തസാക്ഷികൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കൊരുമിച്ച് ശ്രമിക്കാം. ജയ് ഹിന്ദ്. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. അതിനായി ഗാന്ധിയൻ പത്മശ്രീ ഗോപിനാഥൻ നായർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി വിഷ്ണുവിനെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് എന്തിൽ നിന്നെങ്കിലും ആശ്വാസം കിട്ടാനല്ലേ? ആശ്വാസം കിട്ടുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. വിശക്കുന്ന വയറുകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ അതിലും നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആശ്വാസം കിട്ടും. മയക്കുമരുന്നും മദ്യവും നമുക്കിനി വേണ്ട. കലുഷിത ജീവിത